أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا إبراهيم رشده من قبل وكنا به عالمين. إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون. قالوا وجدنا آباءنا لها عابدين. قالوا وجدنا آباءنا لها عابدين. قال لقد كنتم أنتم وآباؤكم في ضلال مبين. قالوا وجئتنا بالحق أم أنت من اللاعبين. قال بل ربكم رب السماوات والأرض الذي فطرهم وأنا على ذلكم من الشاهدين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1042 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 51 മുതൽ 56 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا إبراهيم رشده من قبل وكنا به عالمين. إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون. قالوا وجدنا آباءنا لها عابدين. قال لقد كنتم أنتم وآباؤكم في ضلال مبين. قالوا وجئتنا بالحق أم أنت من اللاعبين. قال بل ربكم رب السماوات والأرض الذي فطرهن وأنا على ذلكم من الشاهدين. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 51 മുതൽ 86 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ അംബിയയില് ഏതാനും പ്രവാചകന്മാരെ പരാമർശിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ സൂറത്തിന് പ്രവാചകന്മാർ എന്ന അർത്ഥത്തിലുള്ള ലംബിയ എന്ന വാക്ക് അതിൻ്റെ തലക്കെട്ടായി വരുന്നതിന് കാരണമായി മനസ്സിലാക്കപ്പെടുന്ന പരാമർശങ്ങളാണ് ഇവിടെ നമ്മൾ വായിച്ചു തുടങ്ങിയ ഭാഗത്ത് അടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ തൊട്ടു മുമ്പ് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് മൂസ അലൈഹിസ്സലാമിനെയും ഹാറൂൻ അലൈഹിസ്സലാമിനെയും പരാമർശിക്കുകയുണ്ടായി. അല്ലാഹു അവർക്ക് ളിയാഉം ദിക്റും അടങ്ങിയിട്ടുള്ള ഫുർഖാൻ മാർഗദർശകമായിട്ട് അവർക്ക് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന, മനുഷ്യ സമൂഹത്തിന് വെളിച്ചം പകരുന്ന ഏറ്റവും ഏറെ പ്രയോജനകരമായ ഒരു ഉത്ബോധനം ആയിട്ട് ദൈവിക വെളിപ്പാടുകളുടെ സന്ദേശം
നൽകപ്പെടുകയുണ്ടായ കാര്യം അള്ളാഹു അവിടെ സൂചിപ്പിച്ചു. മുത്തഖികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബുദ്ധിപരമായ സത്യസന്ധത കാണിക്കുന്ന ഭയഭക്തിയുള്ള നല്ല മനുഷ്യരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അള്ളാഹു ആ മാർഗദർശനം നൽകുകയുണ്ടായത്. ആ മുത്തഖികളുടെ പ്രത്യേകത തുടർന്ന് വിവരിക്കുകയും ചെയ്തു. അള്ളാഹുവിനെ അദൃശ്യതയിൽ തന്നെ ഭയപ്പെടുകയും അന്ത്യസമയം വന്നു ചേരുന്നതിനെ കുറിച്ചുള്ള ഒരു ബോധവും ഭയപ്പാടും ഒക്കെ ഉള്ളവരുമായിരിക്കും അവര്. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിട്ട് അള്ളാഹു പറയുകയുണ്ടായി, ഇത് മൂസ അലൈഹി ഇസ്ലാമിനും ഹാറൂൻ അലൈഹി ഇസ്ലാമിനും ഒക്കെ ഫുർഖാനും ലിയാഉം ദിക്റും ഒക്കെ ആയിട്ട് നൽകപ്പെട്ടതുപോലെ ഈ ഖുർആൻ ദിക്റുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ ഒരു ഉത്ബോധനമാണ്. അൻസൽനാഹു, നാം നിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും അഫഅൻതും ലഹു മുൻകിറൂൻ, നിങ്ങൾ അതിനെ നിരസിച്ചു കളയുകയാണോ എന്നാണ് ഇവിടെ ചോദിക്കുകയുണ്ടായത്. അതിനെ തുടർന്നാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനും ഹാറൂൻ അലൈഹി ഇസ്ലാമിനും ഒക്കെ മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോകത്ത് ദൗത്യം നിർവഹിച്ച ചരിത്രത്തിലെ തന്നെ വളരെ ശ്രദ്ധേയനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പരാമർശിക്കുന്നത്. നമ്മൾ ഇന്ന് വായിച്ച 5 ആയത്തുകളും ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. 51 മുതൽ 56 വരെയുള്ള നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ ദൗത്യവുമാണ് വിഷയം. അതിൽ അവസാനിക്കുന്നില്ല, ആ വിവരണം കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോ വലഖദ് ആതീന ഇബ്രാഹിം റുഷ്ദഹു മിൻ ഖബൽ, ഇതിനു മുമ്പ് നാം ഇബ്രാഹിമിന് വിവേകമരുളുകയുണ്ടായി എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. റുഷ്ദ് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാർഗദർശനം, അതുപോലെ ദിശാബോധം, ശരി തെറ്റുകളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പക്വതയും ബോധവും, ഇതൊക്കെ സൂചിപ്പിക്കുന്ന വാക്കാണ് റുഷ്ദ് എന്നത്. അപ്പൊ ഇബ്രാഹിമിന് നാം റുഷ്ദ് നൽകുകയുണ്ടായി, ജീവിത മാർഗദർശനം നൽകുകയുണ്ടായി. ഇബ്രാഹിമിന് നാം കാര്യങ്ങളെ ശരിയായ വിധത്തിൽ വിലയിരുത്താനും മനസ്സിലാക്കാനും ഒക്കെ ആവശ്യമായ വിവേകം നൽകുകയുണ്ടായി. വലഖദ് ആതീന ഇബ്രാഹിം റുഷ്ദഹു മിൻ ഖബൽ, നേരത്തെ തന്നെ പറഞ്ഞ തൊട്ട് മുകളിൽ വിവരിക്കപ്പെട്ട സംഭവങ്ങൾക്ക് മുമ്പ് തന്നെ, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇബ്രാഹിമിന് നാം ജീവിത മാർഗദർശനം നൽകുകയുണ്ടായിട്ടുണ്ട്. വകുന്നാ ബിഹി ആലിമീൻ, അദ്ദേഹത്തെ നന്നായി അറിയുന്നവനായിരുന്നു നാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രകൃതവും സ്വഭാവവും പ്രത്യേകതകളും അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ താല്പര്യവും അദ്ദേഹത്തിന്റെ സത്യത്തോടുള്ള പ്രതിബദ്ധതയും ഒക്കെ അറിയുന്നവനാണ് നാം. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ അർഹത മുൻനിർത്തിക്കൊണ്ടാണ് നാം അദ്ദേഹത്തിന് റുഷ്ദ് നൽകുകയുണ്ടായത് എന്നിവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ദൈവിക ദൗത്യം നിർവഹിക്കുന്നതിനായി പ്രവാചകനായി തെരഞ്ഞെടുത്ത കാര്യമാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ആ പ്രവാചകത്വ ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായ വെളിപ്പാടുകളും മാർഗദർശനവും നൽകിയ കാര്യമാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സൂറത്തുൽ അൻആമില് അള്ളാഹു നടത്തുന്ന ഒരു പ്രസ്താവന നമുക്ക് കാണാം. അള്ളാഹു അഅലമു ഹൈതു യജ്അലു റിസാലതഹു, തന്റെ സന്ദേശം എവിടെയാണ്, ആരിലാണ്
അത് ചുമതലപ്പെടുത്തേണ്ടത് എന്ന കാര്യം ഏറ്റവും നന്നായി അറിയുന്നവൻ തന്നെയാണ് അള്ളാഹു. അള്ളാഹുവിന് ആളം മാറിപ്പോവുകയോ അയോഗ്യരായ അനർഹരായ ആളുകളെ തിരഞ്ഞെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓരോ കാലഘട്ടത്തിലും അള്ളാഹു ദൂതന്മാരായി തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിന് ഏറ്റവും യോഗ്യതയുള്ള ആളുകളെ തന്നെയാണ്. അള്ളാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുക തന്റെ റിസാലത്ത് ആരെ ഏൽപ്പിക്കണം, ആരെ ചുമതലപ്പെടുത്തണം, തന്റെ ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ഈ ദൗത്യം നിർവഹിക്കുവാൻ എന്നാണ് അള്ളാഹു സൂറത്തുൽ അൻആമിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അള്ളാഹു അലമു ഹൈസു യജ്അലു റിസാലത്തഹു. ഈ ആശയത്തിന്റെ മറ്റൊരു വിധത്തിലുള്ള ഒരു പ്രകടിപ്പിക്കലാണ് നമ്മൾ ഇന്ന് സൂറത്തുൽ അംബിയയിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ട് ഉള്ള വിവരണത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. വകുന്ന ബിഹി ആലിമീൻ. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് നന്നായി അറിയുമായിരുന്നു. അദ്ദേഹത്തെ നന്നായി അറിയുന്നവൻ തന്നെയാണ് നാം എന്നാണ് അള്ളാഹു അവിടെ പറയുന്നത്. അപ്പൊ അറിയാതെ ആളെ മാറിപ്പോയിക്കൊണ്ടോ അബദ്ധത്തിലോ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ റുഷ്ദ് ഏൽപ്പിച്ചതല്ല, അല്ലെങ്കിൽ പ്രവാചകൻ എന്ന നിലക്കുള്ള യോഗ്യതയും കഴിവുകളുമൊക്കെ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആ ചുമതല ഏൽപ്പിക്കുകയുണ്ടായത് അജ്ഞതയുടെ അടിസ്ഥാനത്തിലല്ല. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ജീവിച്ചിരുന്ന നാടും അദ്ദേഹത്തിന്റെ ചുറ്റുപാടുകളുമൊക്കെ അങ്ങേയറ്റത്തെ അന്ധകാരം അടഞ്ഞ അവസ്ഥയിലായിരുന്നു എങ്കിൽ പോലും ഇബ്രാഹിം അലൈഹിസ്സലാം ദൈവിക ദൗത്യം നിർവഹിക്കാൻ ഏറ്റവും യോഗ്യനായിരുന്നു എന്നത് അള്ളാഹുവിന് അറിയാമായിരുന്നു. ബുദ്ധിപരമായ സത്യസന്ധതയോടുകൂടി ദൈവികമായി നൽകപ്പെട്ട യുക്തിബോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സത്യം അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്രതിബദ്ധത തുടക്കം മുതലേ കാണിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാമിന് റുഷ്ദ് നൽകിക്കൊണ്ട് ചുമതല ഏൽപ്പിച്ച കാര്യം അതില് അബദ്ധമായിട്ട് യാതൊന്നുമില്ല എന്നാണ് അള്ളാഹുവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പശ്ചാത്തലത്തിലും ഇങ്ങനെ ഒരു വിഷയം കടന്നു വരുന്നുണ്ട്. ഈ കണ്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ട്, ഞങ്ങള് ഖുറൈശി ഗോത്രത്തിലെ പ്രമുഖരും പ്രമാണിമാരും ഒക്കെ ഇവിടെ ഉണ്ടായിട്ട് ഈ മുഹമ്മദിനെയാണോ അള്ളാഹു ദൂതനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ് മക്കയിലെ പല പ്രമാണിമാരും ചോദിച്ചുകൊണ്ടിരുന്നതും ചിലരൊക്കെ ചോദിക്കാതെ മനസ്സിൽ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്തിരുന്നതുമായ ഒരു കാര്യം. ഞങ്ങളല്ലേ കൂടുതൽ അത്തരം ചുമതലകൾ ഏൽപ്പിക്കപ്പെടാൻ അർഹരായിട്ടുള്ളത്, എന്നിട്ട് മുഹമ്മദിനെയാണോ അവര് തെരഞ്ഞെടുത്തിരിക്കുന്നത്? മുഹമ്മദിന് അതിനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? ഒരു അനാഥനായി ജീവിച്ച മനുഷ്യൻ, സാമ്പത്തികമായി വളരെ പുറകിലായ ഒരാള്, വലിയ ഒരു കാലഘട്ടം തന്നെ, ജീവിതത്തിന്റെ വലിയൊരു കാലഘട്ടം തന്നെ നാട്ടിലെ പ്രമാണിയോ അല്ലെങ്കിൽ കാര്യങ്ങളുടെ കൈകാര്യകർത്താവോ ഒന്നും ആയിരുന്നില്ലാത്ത ഒരാള്, അങ്ങനെയുള്ള ആളെയാണോ അത് ചുമതലപ്പെടുത്തേണ്ടത്? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോ ഞങ്ങളൊക്കെ ആയിരുന്നില്ലേ അതിന് കൂടുതൽ അർഹരായത് എന്ന ഒരു ചോദ്യം അവരിൽ പലരും, മക്കയിലെ പ്രമാണിമാരിൽ പലരും ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിന് തെറ്റുപറ്റി എന്ന നിലക്കാണ് അവരുടെ ആ അഭിപ്രായങ്ങളും നിലപാടുകളും ഒക്കെ വരുന്നത്. അതിന് കൂടുതൽ അർഹൻ ഞങ്ങളാണ് അല്ലെങ്കിൽ ഞാനാണ് എന്ന് കരുതുന്ന ആളുകളുടെ മനോഗതം അങ്ങനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു റുഷ്ദ് നൽകി പ്രവാചകത്വ ദൗത്യം ചുമതലപ്പെടുത്താൻ വേണ്ടി തെരഞ്ഞെടുത്ത കാര്യം പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് വകുന്ന ബിഹി ആലിമീൻ. അദ്ദേഹത്തെ കുറിച്ച് തികഞ്ഞ ജ്ഞാനമുള്ളവൻ തന്നെയായിരുന്നു നാം എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോ നേരത്തെ മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെയും കാര്യം പരാമർശിച്ചു.
പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ആ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാമർശവും ആ സമൂഹത്തിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിന്റെ ന്യായവും ഒക്കെ നമ്മൾ ഉന്നയിക്കപ്പെട്ടതായിട്ട് കാണുകയുണ്ടായി. അതിനെ തുടർന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഇവയ്ക്കൊക്കെ മുമ്പ് ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം നിർവഹിച്ച ദൗത്യത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നന്നായി അറിയുന്നവൻ തന്നെയായിരുന്നു നാം. ഇതാണ് അള്ളാഹു അതേ കുറിച്ച് പറയുന്നത്. എന്നിട്ട് ആ സംഭവങ്ങൾ അള്ളാഹു വിവരിക്കുകയാണ്. ഇത് കാലലി അബീഹി വ ഖൗമിഹി, ഇബ്രാഹിം തന്റെ വാപ്പായോടും ജനതയോടും ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. ആ സന്ദർഭം ശരിക്കും ശ്രദ്ധേയമായ ഒന്ന് തന്നെയായിരുന്നു. ഇത് കാല ലി അബീഹി വ ഖൗമിഹി, തന്റെ പിതാവിനോടും തന്റെ സമൂഹത്തിലെ ആളുകളോടുമായിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇങ്ങനെ പറഞ്ഞു. അതൊരു ചോദ്യമായിരുന്നു. മാ ഹാദിഹി തമാസീലുല്ലത്തി അൻതും ലഹാ ആകിഫൂൻ, നിങ്ങളിപ്പോ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ ഉണ്ടല്ലോ, എന്താണ് ഇവ? സംഭവം ഇത് എന്താണ് എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം വാപ്പായോടും നാട്ടിലെ വിഗ്രഹാരാധകരായ ആളുകളോടൊക്കെ ആയിട്ട് ചോദിച്ചത്. എന്താണിപ്പോ ഇത്? നിങ്ങള് ചില വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി പൂജിക്കുന്നുണ്ടല്ലോ, എന്താണ് ഇപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം? ഈ വിഗ്രഹങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ? അത് സൂചിപ്പിക്കുന്നത് എന്താണ്? കല്ലുകൊണ്ടും അതുപോലെ മണ്ണ് കൊണ്ടും ലോഹം കൊണ്ടും ഒക്കെ ഉരുട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ സാധനങ്ങൾ എന്താണ് ഇത് യഥാർത്ഥത്തിൽ എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചോദിക്കുന്നത്. പാരമ്പര്യത്തിന്റെ മാറാപ്പ് പേറുന്ന ഒരാളായിക്കൊണ്ടല്ല, ബുദ്ധിയും യുക്തിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വബോധത്തോടുകൂടി കാര്യങ്ങളെ വിലയിരുത്താനുള്ള സത്യസന്ധതയും പ്രതിബദ്ധതയും ഉള്ള ഒരാളിൽ നിന്ന് മാത്രം രൂപപ്പെട്ടു വരുന്ന ഒരു ചോദ്യമാണിത്. പല സൗകര്യങ്ങളുടേതുമായ പാരമ്പര്യം എല്ലാവരുടെയും മുന്നിലുണ്ടാവും. അവയൊന്നും ചോദ്യം ചെയ്യാതെ ചാഞ്ഞും ചെരിഞ്ഞും നിന്നു കൊടുക്കുക എന്നത് ഒരുപാട് സൗകര്യമുള്ള സംഗതിയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർ പ്രിവിലേജ്ഡ് ആകും. അവർക്ക് വേണ്ട ജീവിതത്തിന്റെ പല സൗകര്യങ്ങളും അതുകൊണ്ട് ലഭിച്ചുകൊണ്ടിരിക്കും. എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കൂടെ എങ്ങനെ നിന്നു കൊടുത്താൽ ഒന്നിനെയും ചോദ്യം ചെയ്യാത്ത ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് എല്ലാറ്റിനെയും തലകുലുക്കി അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു കൊടുത്താൽ പല വിധത്തിലുള്ള സൗകര്യങ്ങൾ അത് ഒരാൾക്ക് നൽകും. പക്ഷെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അങ്ങനെ ഒരു പാരമ്പര്യം പേറുന്ന, അതിന്റെ വെഴുപ്പും ഭാണ്ഡവും ഒക്കെ ചുമലിൽ ഏൽക്കുന്ന, അതിനെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തയോ ആലോചനയോ ഇല്ലാത്ത വിധത്തില് തികഞ്ഞ മൗഢ്യത്തിൽ കഴിഞ്ഞുകൂടിയ ആളായിരുന്നില്ല. വാപ്പായും നാട്ടുകാരും ഒക്കെ സ്വന്തം കൈകൾ കൊണ്ടോ അതുപോ അവരെ പോലെയുള്ളവരുടെ കൈകൾ കൊണ്ടോ ഒക്കെ ഉരുട്ടിയുണ്ടാക്കി, അത് മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ലോഹങ്ങൾ കൊണ്ടും ഒക്കെയുള്ള ഒരുപാട് വിഗ്രഹങ്ങളെ പൂജിക്കുന്നവരാണ് അവർ. അപ്പൊ സ്വാഭാവികമായിട്ടും യുക്തിബോധം പ്രവർത്തനക്ഷമമായ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഈ സംഗതികൾ? മാ ഹാദിഹി തമാസീലുല്ലത്തി അൻതും ലഹാ ആകിഫൂൻ, നിങ്ങൾ ഇപ്പോ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, തമാസീൽ, തിംസാലിന്റെ ബഹുവചനാണ്. ഈ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും ഒക്കെ എന്താണ് ഇവ യഥാർത്ഥത്തിൽ? ഈ രൂപത്തിൽ, ഈ ഷേപ്പിലേക്ക് അത് കൊണ്ടുവരുന്നതിന് മുമ്പ് അത് കല്ലോ മണ്ണോ ലോഹമോ ഒക്കെ ആയിരുന്നിരിക്കണം. പക്ഷെ ഇപ്പോ ഒരു പ്രത്യേക രൂപമൊക്കെ കൊടുത്തുകൊണ്ട് അതിനെ നിങ്ങൾ പൂജിക്കുകയാണ്. എന്താണ് ഇവ യഥാർത്ഥത്തിൽ എന്നതാണ് ചോദ്യം. ആ ചോദ്യം വളരെ വിശദമാക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യം ആവേണ്ടതില്ല. അത് കൃത്യമായി അതിന്റെ മർമ്മത്തിൽ സ്പർശിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണിത്? നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണിത് സംഭവം എന്നാണ് ചോദ്യം.
അപ്പൊ അവര് നൽകിയ മറുപടി ഖാലു, അവരുടെ മറുപടി ഇങ്ങനെയാണ്. അവര് പറഞ്ഞു, വജദ്ന ആബാഅന ലഹ ആബിദീൻ, ഞങ്ങളുടെ പ്രപിതാക്കന്മാര് ഇവയെ ആരാധിക്കുന്നവരായിട്ടാണ് ഞങ്ങൾ കാണുകയുണ്ടായത്. അതാണ് അവരുടെ ന്യായം. അതിനിടക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അവര് നൽകാതെ വിഴുങ്ങിക്കളയുകയാണ്. എന്താണിത് എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ അതിന് കല്ല്, മണ്ണ്, ലോഹം എന്നൊക്കെയുള്ള അത് അതിൽ നിന്നുണ്ടാക്കിയതാണ് എന്ന വിധത്തിലുള്ള ഒരു ഉത്തരമാണ് അവിടെ നൽകപ്പെടേണ്ടിയിരുന്നത്. പക്ഷെ അത് നൽകുന്നില്ല. ഇബ്രാഹിമിനും അറിയാം, നമുക്കൊക്കെയും അറിയാമല്ലോ എന്ന നിലക്ക് അത് ഉത്തരം പറയാതെ അവർ വിട്ടുകളയാണ്. എന്നിട്ട് എന്തുകൊണ്ട് അങ്ങനെയുള്ള ലോഹങ്ങളെയും മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ രൂപങ്ങളെയും ഒക്കെ ഇവർ പൂജിക്കുന്നു എന്നതിനുള്ള ഉത്തരമാണ് അവർ നൽകുന്നത്. ഖാലൂ വജദ്ന ആബാഅന ലഹ ആബിദീൻ, നമ്മുടെ പ്രപിതാക്കന്മാര് ഇവയെ പൂജിച്ചിരുന്നതായിട്ട്, ആരാധിച്ചിരുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ ആ പാരമ്പര്യം പിന്തുടരുന്നു എന്നതേ ഉള്ളൂ. ഞങ്ങൾ മഹത്തരമായി കൊണ്ടു നടക്കുന്ന ഒരു പാരമ്പര്യമാണിത്. നമ്മളുടെ കാരണവന്മാരായിട്ട് പൂർവികരായ ഞങ്ങളുടെ പ്രപിതാക്കന്മാരായ ആളുകളൊക്കെ ഇവയെ ആരാധിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞു, ലഖദ് കുൻതും അൻതും വആബാഉകും ഫീ ളലാലിൻ മുബീൻ, നിങ്ങളും നിങ്ങളുടെ പ്രപിതാക്കന്മാരും വല്ലാതെ വഴിപിഴച്ചു പോയിരിക്കുന്നു, തെളിഞ്ഞ വഴികേടിലാണ്, വളരെ പ്രകടമായ മാർഗഭ്രംശത്തിലാണ് എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവരോട് പറയുന്നത്. എവിടെയോ വെച്ച് നിങ്ങൾക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം സൂചിപ്പിക്കുന്ന അതാണ്. മക്കയിലെ ഖുറൈശികൾ, ബഹുദൈവാരാധകരായ ഖുറൈശികളും മക്കയിലെ ചുറ്റുപാടുമുള്ള ആളുകളും ഒക്കെ ഈ ആയത്തുകളുടെ സൂചന കൃത്യമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ്. കാരണം മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാരാണ് മക്കയിലെ ഖുറൈശികൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ കുടുംബം, അവരൊക്കെയും തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാരാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം തങ്ങളുടെ പ്രപിതാവായിരുന്നു എന്നതില് ഊറ്റം കൊള്ളുകയും അഭിമാനിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു. ചരിത്രത്തിലെ വളരെ ഇരളടഞ്ഞ ഒരു കാലഘട്ടത്തില് വഴിപഴിച്ചു പോയ ഒരു സമൂഹത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ദൗത്യം നിർവഹിച്ച ആളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. എന്ന് വെച്ചാൽ മക്കയിലെ ഖുറൈശികളുടെയും അവരുടെ ബന്ധപ്പെട്ടവരുടെയും ഒക്കെ പ്രപിതാവായിരുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചരിത്രത്തിലെ പിഴവുകളെ തിരുത്തിക്കൊണ്ട് ഒരു സമൂഹത്തെ ശരിയായ ദിശയിൽ സഞ്ചരിക്കാൻ പഠിപ്പിച്ച ആളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാരാണ് ഇപ്പോ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കയിലെ ആളുകൾ. അവര് ഏതൊരു കാര്യത്തിലാണോ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ജനങ്ങളെ തിരുത്തി ശരിയായ ദിശയിൽ അവരെ സഞ്ചരിക്കാൻ കാരണമാക്കി അല്ലെങ്കിൽ സാഹചര്യം ഒരുക്കിയത്, ആ ഒരു വിഷയത്തിൽ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാരായ ഖുറൈശികളും മക്കയിലെ മറ്റാളുകളും ഒക്കെ തന്നെ വീണ്ടും വളരെ ആഴത്തിൽ തന്നെ വഴിപഴച്ചു പോയിരിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഇവിടെ. ഇബ്രാഹിം അലൈഹി ഇസ്ലാം തന്റെ വാപ്പായോടും നാട്ടിലെ ആളുകളോടും പറഞ്ഞ കാര്യം ഇതാണ്, ലഖദ് കുൻതും അൻതും വആബാഉകും ഫീ ളലാലിൻ മുബീൻ, തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ പ്രപിതാക്കന്മാരും ഒക്കെ തന്നെയും വളരെ തെളിഞ്ഞ വിധത്തിൽ തന്നെ വഴികേടിലാണ്, നിങ്ങൾക്ക് വഴി തെറ്റിയിട്ടുണ്ട്. ഈ വഴിയിലൂടെ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ സഞ്ചരിക്കേണ്ടിയിരുന്നത്. നിങ്ങളുടെ പൂർവികർ പിൻപറ്റിയ സത്യപാത എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വഴികേട് പിൻപറ്റുമായിരുന്നില്ല. ഇപ്പോ നിങ്ങൾ
നിങ്ങളുടെ ലക്ഷ്യം മറന്ന് മറ്റൊരു ദിശയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയോ വെച്ച് നിങ്ങൾക്ക് വഴി മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ദിശ നഷ്ടപ്പെട്ടവരായി മാറിയിട്ടുണ്ട് എവിടെയോ വെച്ച്. നിങ്ങൾക്ക് മാത്രമല്ല, കുറച്ചപ്പുറത്തേക്ക് നിങ്ങളുടെ പ്രപിതാക്കന്മാരുടെ തലമുറകളിൽ എവിടെയോ തന്നെ വെച്ചിട്ട് വഴി പഴച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വളരെ വേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനാണ് എന്ന് കരുതിക്കൊണ്ട് യഥാർത്ഥത്തിൽ മുമ്പെങ്ങോ എവിടെയോ വെച്ച് നിങ്ങളുടെ ഘട്ടത്തിലല്ല, നിങ്ങളുടെ പൂർവികരുടെ ഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ദിശ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ തെറ്റായ ദിശയിലാണ് ഇപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവരെ ഉണർത്തിയ കാര്യം ഇതാണ്. ലഖദ് കുൻതും അൻതും വആബാഉകും ഫീ ളലാലിൻ മുബീൻ. നിങ്ങൾ മാത്രമല്ല, നിങ്ങളും നിങ്ങളുടെ പ്രപിതാക്കന്മാരുമൊക്കെ വല്ലാതെ വഴിപഴച്ചു പോയിരിക്കുകയാണ്. വളരെ വ്യക്തത ഉള്ള വിധത്തിൽ തന്നെ നിങ്ങൾ വഴികേടിലായിരിക്കുകയാണ് എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറയുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമൂഹം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുള്ള സമൂഹമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള സമൂഹം മനസ്സിലാക്കാനായിട്ട് ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പൂർവികർ, പിതാവും നാട്ടുകാരും ഒക്കെ അടങ്ങിയിട്ടുള്ള ആ തലമുറ ഏതൊക്കെ വിധത്തിൽ വഴികേടിലായിട്ടുണ്ടോ അതേ വിധത്തിലുള്ള വഴികേടുകളിലേക്ക് ഇപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിന്മുറക്കാരായ മക്കയിലെ ഖുറൈശികളും അവരോടൊപ്പമുള്ളവരുമൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവര് ഇതേ വിധത്തിലുള്ള മാർഗഭ്രംശം സംഭവിച്ചവരായി മാറിയിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഖാലു, അപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വാപ്പായും നാട്ടുകാരും ഒക്കെ അദ്ദേഹത്തോടായിട്ട് ചോദിച്ചു, അജിഇതനാ ബിൽ ഹഖ്, എന്താപ്പോ ഇബ്രാഹിമെ, നീ കാര്യത്തിൽ തന്നെയാണോ നീ ഈ കാര്യത്തൊക്കെ ചോദിക്കുന്നത്? അൻത മിനൽ ലാഇബീൻ, അതല്ല നീ ഒരു തമാശക്കളി കളിക്കുകയാണോ? എന്താണ് സംഭവം? ഇപ്പോ നമ്മളും നമ്മുടെ പൂർവികരും ഒക്കെ പൂജിച്ചു വരുന്ന വിഗ്രഹങ്ങളെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഈ സംസാരിച്ചല്ലോ. എന്താണ് ഇപ്പോ നിങ്ങൾ ഈ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വിഗ്രഹങ്ങളൊക്കെ എന്താണ് എന്ന് നീ ചോദിച്ചല്ലോ. അത് നമ്മൾ വഴികേടിലായിട്ടുണ്ട്, ഞങ്ങളുടെ പ്രപിതാക്കന്മാരും ഒക്കെ വഴികേടിലാണ് എന്ന് പറഞ്ഞത് നീ ഗൗരവത്തിൽ തന്നെ സത്യസന്ധമായി സുബോധത്തോടു കൂടി തന്നെ പറഞ്ഞ കാര്യമാണോ? അതല്ല ഒരു തമാശ എന്നുള്ളതൊക്കെ കളിയിൽ പറഞ്ഞു നോക്കിയതാണോ? എന്താണ് വസ്തുത എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് അവര് ചോദിക്കുന്നത്. അജിഇതനാ ബിൽ ഹഖ്, ഇബ്രാഹിമെ നീ സത്യം കൊണ്ടുവന്നതാണോ? അം അൻത മിനൽ ലാഇബീൻ, അല്ല നീ കളിതമാശയായിട്ടാണോ വന്നിരിക്കുന്നത് എന്ന വിധത്തിലും അതിനെ വിവർത്തനം ചെയ്യാം. പക്ഷെ ഈ പശ്ചാത്തലം, ഈ സാഹചര്യം അങ്ങനെ മനസ്സിലാക്കുന്നതിനല്ല നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഈ ആളുകൾക്ക് അവരുടെ വിശ്വാസത്തിലും അവര് പിന്തുടർന്നു വന്നിരുന്ന ആചാരങ്ങളിലുമൊക്കെ വളരെ ആഴത്തിലും ദൃഢതയിലുമുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അവരതിൽ ഉറച്ചു നിൽക്കുന്നവരും നല്ല ബോധ്യത്തോടു കൂടി അതിനെ കൈയൊഴിയാൻ സന്നദ്ധരല്ലാത്ത വിധത്തില് അതിൽ അള്ളി പിടിച്ചു നിൽക്കുന്നവരൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അത് സത്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോ നീ കൊണ്ടുവന്നതാണ് സത്യം എന്ന് ഉൾക്കൊള്ളുന്ന വിധത്തില് ആളുകൾ പറഞ്ഞതല്ല ഇവിടെ. അതിന് പകരം അജിഇതനാ ബിൽ ഹഖ്, നീ ഇപ്പോ ഗൗരവത്തിൽ തന്നെ പറഞ്ഞതാണോ, ഉദ്ദേശപൂർവം പറഞ്ഞതാണോ എന്ന ഒരർത്ഥത്തിൽ അതിനെ വായിക്കുന്നതായിരിക്കും കൂടുതൽ അതിനോട് യോജിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറിച്ച് നീ സത്യം കൊണ്ടുവന്നതാണോ അതോ വെറും തമാശ പറയാണോ എന്ന പോസിറ്റീവ് സെൻസിലല്ല, അവര് നെഗറ്റീവായിട്ട് ഇബ്രാഹിമിനെ ആക്ഷേപിക്കുന്ന വിധത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്. തുടർ സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും അങ്ങനെ തന്നെയാണ്. മറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം ഹഖ് കൊണ്ടുവന്നു, തമാശയൊന്നുമല്ല, ഗൗരവത്തില് തന്നെ ഹഖായിട്ട് വന്നിരിക്കുകയാണോ എന്ന പോസിറ്റീവായ ഒരു ചോദ്യമായിട്ട് അതിനെ കാണാൻ വയ്യ. കാരണം അവര്
തുടർന്നുള്ള പ്രതികരണങ്ങൾ അങ്ങനെ അത് സത്യമാണോ എന്ന് പരിഗണിക്കുക പോലും ചെയ്യുന്ന വിധത്തിലുള്ള മനോഘടനയിലല്ല അത് ചെയ്യുന്നത് എന്നതാണ്. അജീതന ബിൽ ഹഖി അമ്മ അൻത മിനൽ ലാഇബീൻ. ഇബ്രാഹിമെ, നീ ഗൗരവത്തില് ഉദ്ദേശപൂർവം പറയുന്ന, സ്വബോധത്തോടുകൂടി പറയുന്ന കാര്യങ്ങളാണോ ഇത്, അതല്ല നീ തമാശക്ക് പറയുകയാണോ എന്ന ഒരു സൂചനയാണ് ഈ ആയത്തിന്റെ അർത്ഥം ആയിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. കാല, അപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞു, ബർ റബ്ബുക്കും റബ്ബുസ് സമാവാതി വൽ അർദ്. എല്ലാ പ്രവാചകന്മാരും ഉയർത്തിപ്പിടിച്ച ഏറ്റവും ശക്തമായ ഒരു സന്ദേശമാണിത്. നിങ്ങളുടെ നാഥൻ നിങ്ങളിപ്പോ പറയുന്ന പോലെ ഈ വിഗ്രഹങ്ങളൊന്നുമല്ല, നിങ്ങളിപ്പോ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളൊന്നുമല്ല നിങ്ങളുടെ റബ്ബ്. മറിച്ച് ആരാണ്? റബ്ബു സമാവാതി വൽ അർദ്. ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണ് നിങ്ങളുടെ റബ്ബ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ റബ്ബുണ്ട്. ആ റബ്ബാണ് നിങ്ങളുടെയും റബ്ബ്. അല്ലദീ ഫത്രഹുന്ന, അവയെ സൃഷ്ടിച്ചവനായ ആ റബ്ബ്. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ പ്രപഞ്ചത്തിന്റെ നാഥനാണ് നിങ്ങളുടെ റബ്ബ്. അല്ലാതെ നിങ്ങളിപ്പോ പൂജിക്കുന്ന വിഗ്രഹങ്ങളൊന്നുമല്ല. അന അലാ ദാലികും മിനശ് ഷാഹിദീൻ. ഇക്കാര്യത്തില് നിങ്ങളോട് ഇത് ആണയിട്ട് സത്യം ചെയ്ത് പറയാൻ, സാക്ഷ്യം വഹിക്കാൻ ഞാൻ സന്നദ്ധനാണ് താനും. വഅന അലാ ദാലികും മിനശ് ഷാഹിദീൻ. ഖുർആനിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ് ദാലികും എന്നതൊക്കെ. അപ്പോ ഇക്കാര്യത്തിൽ നിങ്ങളോട് ഷാഹിദായിക്കൊണ്ട് സംസാരിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഇക്കാര്യത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാനിത് സത്യം ചെയ്ത് പറയാം. വഅന അലാ ദാലികും മിനശ് ഷാഹിദീൻ. ഞാൻ ഇക്കാര്യം നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം ചെയ്തുകൊണ്ട്, സത്യം ചെയ്തുകൊണ്ട് ഇക്കാര്യം പറയാം. നിങ്ങളുടെ റബ്ബ് ഈ തമാസയിലൊന്നുമല്ല, ഈ വിഗ്രഹങ്ങള് ഒന്നുമല്ല. മറിച്ച് ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടികർമ്മം നിർവഹിച്ചിരിക്കുന്ന ഒരു റബ്ബുണ്ട്. അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ. അവനാണ് നിങ്ങളുടെ റബ്ബ് എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവരെ കേൾപ്പിക്കുന്നത്. അവനാണ് ഈ ആകാശങ്ങളെയും ഭൂമിയെയും ഈ പ്രപഞ്ചത്തെ ഒന്നാകെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അവനാണ് നിങ്ങളുടെയും റബ്ബ്. അക്കാര്യം സാക്ഷ്യം വഹിക്കാൻ, നിങ്ങളുടെ മുന്നിൽ ആണയിട്ട് പറയാൻ, അതാണ് സത്യമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്നുകൂടിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം പറയുന്നത്. അന അലാ ദാലികും മിനശ് ഷാഹിദീൻ. ഈ വിഷയത്തിൽ, ഇക്കാര്യത്തില് ഞാൻ ഇതിന് സാക്ഷിയാണ്. അത് യാതൊരു സംശയവുമില്ലാതെ അതാണ് സത്യം. ഈ പ്രപഞ്ചങ്ങളുടെ നാഥൻ ആണ് നിങ്ങളുടെയും നാഥൻ എന്ന കാര്യത്തില് എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ അത് നിങ്ങളുടെ മുന്നില് സാക്ഷ്യം ചെയ്ത് പറയാനും ഒരുക്കമാണ് എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവരോട് പറയുന്നത്. ഈ വിവരണം ഇവിടെ അവസാനിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഏതാനും ആയത്തുകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ തുടർന്ന് വരുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജീവിതവും ദൗത്യവും വളരെ സംഭവബഹുലമായ ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും അറിയാമത്. വിശുദ്ധ ഖുർആനിൽ അതിന്റെ വിവിധ വശങ്ങളും തലങ്ങളും പലയിടങ്ങളിലായിട്ട് പരാമർശിക്കുന്നുണ്ട്. നമ്മള് സൂറത്തുൽ ബഖറയിലും തുടർന്നുള്ള സൂറത്തുകളിലൊക്കെ പലയിടത്തും അത് കാണുകയുണ്ടായി. സൂറത്തുൽ ബഖറയില് 124 മുതൽ 141 വരെയുള്ള ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സൂറത്തുൽ അൻആമില് 74 മുതൽ 82 വരെയുള്ള ആയത്തുകൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജീവിത ദൗത്യത്തെ പരാമർശിക്കുന്ന വിധത്തിലുള്ളതാണ്. അതുപോലെ സൂറത്ത് തൗബയില്, സൂറത്ത് ഹൂദില്, സൂറ ഇബ്രാഹിം എന്ന പേരിൽ ഉള്ള സൂറത്തില്, സൂറത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പേരിൽ തന്നെയുള്ള സൂറത്തില്, അതിൽ 35 മുതൽ 41 വരെയുള്ള ആയത്തുകൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. സൂറത്തുൽ ഹിജ്റില് ഇതുപോലെ
ഒരു 8-10 ആയത്തുകൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. സൂറത്തു നഹലിലും ഇതുപോലെ 1-2-3 ആയത്തുകൾ വരുന്നുണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പരാമർശിക്കുന്ന വിധത്തിൽ. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത കാരണമായിട്ടും അള്ളാഹു അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തിയ ആ ദൗത്യത്തിന്റെ പ്രാധാന്യം കാരണമായിട്ടുമൊക്കെ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ അള്ളാഹു അടയാളപ്പെടുത്തുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായ ചില പരാമർശങ്ങളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ ദൗത്യ നിർവഹണത്തിന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്ത രീതി, പിന്നീട് അവിടുന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന തിരിച്ചടികൾ, അതിനെ തുടർന്ന് അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ട സംഭവം, ഇറാഖ് എന്ന സ്വദേശം വിട്ട് ഹിജ്റ പലായനം ചെയ്ത് പോവേണ്ടി വന്ന കാര്യം, മക്കയിലേക്ക് എത്തിയതും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആ പുരാതനമായ ഭവനം പുനർനിർമ്മിച്ച് സന്ദർശകർക്കും അവിടെ ഭജനമിരിക്കുന്നവർക്കും ഒക്കെയായിട്ട് അതിനെ മകൻ ഇസ്മായിലിനോടൊപ്പം ചേർന്ന് അതിനെ തയ്യാറാക്കി വെച്ച കാര്യം, അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അസാധാരണത്വമുള്ള പരീക്ഷണം ഒന്നിനു പുറകെ ഒന്നായിട്ട് നൽകിക്കൊണ്ടിരുന്ന കാര്യം. നമ്മളിപ്പോ ദുൽഹിജ്ജ മാസത്തിലേക്ക് കടക്കുകയാണ്. വലിയ പെരുന്നാള് ആഗതമാവുകയാണ്. ഹജ്ജിന്റെ സമയം വന്നെത്തിയിരിക്കുകയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജീവിത ദൗത്യവുമായിട്ട് ഒരു നിലക്കും ഇഴ പിരിച്ചു മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെയും. അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു വളരെ ഭാരിച്ച ചില പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയ കാര്യം ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വൈദിബത്തല ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന. ഇബ്രാഹിമിനെ നാം ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിച്ച ആ സന്ദർഭം ശ്രദ്ധേയമാണ്. അദ്ദേഹം അതൊക്കെ വെടിപ്പായിട്ട് അതിന്റെ പൂർണ്ണതയോടുകൂടി നടപ്പിലാക്കി പൂർത്തീകരിച്ചു. അതിനെ തുടർന്ന് നാം അദ്ദേഹത്തെ ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, തങ്ങളെ ജനതതികൾക്കുള്ള നായകനായിട്ട്, ഇമാമായിട്ട്, നേതാവായിട്ട്, മാതൃകയായിട്ട് നിശ്ചയിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി എന്നൊക്കെ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് പരാമർശങ്ങളും ഈ ഭാഗം ഉൾക്കൊള്ളുന്നതിന് ഒന്ന് ഓർക്കുന്നതും ശ്രദ്ധിക്കുന്നതും നമുക്ക് പ്രയോജനമുള്ളതായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.